ഹായ് ഹലോ. നമ്മളിതാ ഇന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ ഹൃദയം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളെ സ്വന്തം മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ബ്ലോക്കാണ്, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, പക്ക ബ്ലോക്കാണ് കേട്ടോ. ഞങ്ങൾ 2 വീലറിനാണ് വന്നിട്ട്, എന്നിട്ട് പോലും ഒരു ഗ്യാപ്പ് പോലും ഇല്ല. എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണമല്ലോ, നമ്മൾ റോഡല്ലേ, അപ്പോൾ അവിടെ ഇവിടെ ഒന്നും ഇട്ടിച്ച് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾ പാർക്ക് ചെയ്തു. ഇതാ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. ഇതാണ് നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. നമ്മളെന്താ പറയുക, പുതുവത്സരത്തിനെ വരവേൽക്കാൻ വേണ്ടി വർണ്ണപ്രഭയിൽ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് സ്നോ വേൾഡാണ്. അതായത് പിരമിഡും ഗ്ലോബും അതൊക്കെ എന്താ പറയുക, മഞ്ഞുകണങ്ങൾ കൊണ്ട് പെയ്തിറങ്ങുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറുമ്പം അനുഭവപ്പെടാൻ പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് നമുക്കൊന്നും പറയാനില്ല, അസാധ്യമായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ എന്താ പറയുക, സ്ക്രീനിൽ ഈ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ അവർ റെക്കോർഡിംഗ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ലൈറ്റ്സ് കൊണ്ടുള്ള പിരമിഡാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പം തന്നെ പിരമിഡാണുള്ളത്. പിന്നെ ഗ്ലോബുണ്ട്, അതേപോലെ ഡൈനോസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ എന്താ പറയുക, ഈ ഒരു ടൂറിസം വകുപ്പാണ് കേട്ടോ അതിൻ്റെയൊക്കെ സംഘാടകരായിട്ട് മുൻനിരയിൽ നിൽക്കുന്നത്. പിന്നെ അത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വന്നാൽ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കാണാനുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂ ഇയറോടനുബന്ധിച്ചാണല്ലോ ഇതിപ്പോൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ 2025 വരവേൽക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ 2025 നല്ല വർണ്ണശോഭയിൽ അലങ്കരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ അതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ കാര്യത്തിനും എന്താ പറയുക, ഓരോന്നിൻ്റെ അടുത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പോയിട്ടോ. ഇപ്പോൾ ഡൈനോസർ ആയാലും പിരമിഡ് ആയാലും ഗ്ലോബ് ആയാലും, അതുപോലെ കുറച്ച് സൈഡിലേക്ക് മാറിയിട്ട് കുറച്ച് സ്നോയും അതുപോലെ ഹിമക്കരടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ മുതിർന്ന ആളുകളും ചെറിയ മക്കളെപ്പോലെ നടന്ന് പെരുമാറുന്ന ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ. നമുക്ക് അത്രയും നമ്മളെ കണ്ണിനെ എന്താ പറയുക, കുളിർമയേകുന്ന കാഴ്ചകളാണ് കേട്ടോ മാനാഞ്ചിറ സ്ക്വയറിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല, അതിന് ചുറ്റിലുള്ള നടക്കുന്ന സ്ഥലമായാലും അതുപോലെ വൃക്ഷങ്ങളായാലും അതേപോലെ തന്നെ ലീഫിൻ്റെ ഇടയിലൊക്കെ അവർ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഫുൾ ലൈറ്റ് കൊണ്ടുള്ളൊരു കളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അത് മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതായി കാണുന്നതാണ് കേട്ടോ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലെ നമ്മുടെ ചിറ എന്ന് പറയുന്നത്. അത് ഇതിന് മുന്നിൽ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, 2 വർഷം മുന്നേ എങ്ങനെയാണ് ഇത് വറ്റിച്ചിട്ടുണ്ടായത്. നിങ്ങൾക്കൊക്കെ അറിയാം, 40 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കുളം വറ്റിച്ചെടുത്തത്. 14-ാം നൂറ്റാണ്ടിലെ സാമൂതിരിയായിരുന്ന മാനവിക്രമൻ രാജയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കുളിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് മാനാഞ്ചിറ എന്നൊക്കെയാണ് പറയുന്നത്. അത് പിന്നീട് മാനാഞ്ചിറ എന്ന പേരിലേക്ക് പരിഷ്കരിച്ചു വന്നു എന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഇത് കുടിവെള്ള സ്രോതസ്സായിട്ട് സയ്യിദ് ജിഫ്രിക്ക് സമ്മാനമായിട്ട് നൽകിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ 3.5 ഏക്കർ വിസ്തീർണമുള്ള ചതുരാകൃതിയിലാണ് ഈ ഒരു ചിറ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വറ്റിക്കുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെ ഇത് വറ്റിക്കാൻ ശ്രമിച്ചിട്ട് മുടങ്ങിപ്പോയതാണെന്നൊക്കെ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ കോഴിക്കോടിൻ്റെ അടിപൊളി മിൽക്ക് സർബത്ത് സ്പോട്ടായിട്ടുള്ള ഭാസ്കരേട്ടൻ്റെ മിൽക്ക് സർബത്ത് കടയിൽ കയറി കേട്ടോ. ഇത് കറക്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, കോഴിക്കോട് CH ബ്രിഡ്ജിൻ്റെ നേരെ താഴെയുള്ള കടയാണ് കേട്ടോ. അപ്പോൾ മിൽക്ക് സർബത്തിന് അവിടെ 25 രൂപയാണ് വരുന്നത്. 25 രൂപയ്ക്കുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സാധനം. അതേപോലെ സൂപ്പർ ടേസ്റ്റാണ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അവിടെ ചെന്നിട്ടൊന്ന് കുടിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് ജസ്റ്റ് പിന്നെ ഞാൻ എപ്പോഴും ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാം കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ് ഉച്ച സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ. നമുക്ക് എത്രത്തോളം ടൈം അവിടെ വെയിറ്റ് ചെയ്താലേ കിട്ടുകയെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അന്ന് വരുമ്പോഴേ ഒരൊറ്റ ആൾ മാത്രമാണ് കേട്ടോ കടയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കയറിയത്. എന്തായാലും കണ്ടോ, നല്ല മിൽക്കൊക്കെ ഒഴിച്ചിട്ട് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ്.
അങ്ങനെ നമ്മളെ വീട്ടിലെത്താനായിട്ടോ. ഇതാണ് പുനത്തിൽ താഴെന്ന് പറയും, നമ്മളുടെ കണ്ണങ്കരയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളെ റോഡ് കണ്ടില്ലേ നിങ്ങൾ, പക്ക ആപത്താണ് കേട്ടോ. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തിലെ സ്ഥിതി ഇത് തന്നെയാണ്. റോഡ് പിന്നെ റോഡ് പണീൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നേരെ കാണുന്നതാണ് കേട്ടോ നമ്മളെ വീട്. അച്ഛൻ്റെ കടയാണത്, കടയൊക്കെ അച്ഛൻ പൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.